ഇപ്പൊ ഈ കുപ്പായം എല്ലാവരുടെ ഇപ്പൊ വരയംപുലി, പുള്ളിപ്പുലി, ഇപ്പൊ പുലിമുരുകനിൽ പറയുന്ന പോലെ വരയംപുലി എന്നാണ്, കടുവയെന്നാണോ മാറിപ്പോയി? ഇനി ഡ്രസ്സ് മാറിപ്പോയതാണോ? ഇപ്പൊ ലിഷോയാണോ ഇതെല്ലാം വാങ്ങി തന്നത്? ആ ഹിമയും അതേപോലത്തെ കുപ്പായം ഇട്ടിരിക്കുന്നു. ചേട്ടൻ ചോദിച്ചു, നമ്മള് മാതൃഭൂമിക്കാരെല്ലാം ഒരേ ഡ്രസ്സിലാണല്ലോ. രതീഷേട്ടാ, നമ്മള് ഇന്ന് പുലികളായിട്ട് ഇവിടെ ഇറങ്ങാൻ തീരുമാനിച്ച അപ്പൊ ഇതാ ഒരേ ഡ്രസ്സ്. അപ്പൊ രാവിലെ ഞാൻ വേറെ ഡ്രസ്സായിരുന്നു, അപ്പൊ പെട്ടെന്ന് മാറ്റി വന്നതാണ്. നമ്മളെല്ലാരും, എനിക്ക് തോന്നുന്നു എല്ലാരും ഇപ്പൊ നമുക്ക് വിൻഡോയൊക്കെ അടിക്കാൻ പറ്റിയ നമ്മുടെ എല്ലാരും ഈ ഡ്രസ്സ് കാണാം. ഹിമയെ കാണുന്നുണ്ട്, ഹിമ ചിരിക്കുന്നുണ്ട്. അത് വെറൈറ്റി പിടിക്കാന്ന് വെച്ചിട്ട് നമ്മള് വെറൈറ്റി ആയിട്ട് ബിജു കേട്ടില്ല ഹിമ ചിരിക്കുന്നുണ്ട്, ഹിമയെ കാണാം. ഹിമയുണ്ട്, അരുണുണ്ട്, അവര് നമ്മളോട് പറയാണ് ഇത് പുലിയല്ല സീബ്രയാണെന്ന്. അരുണമൃനാഥ് കൂളിംഗ് ഗ്ലാസ് വെച്ച സൺഗ്ലാസ് വെച്ച പുലിയായിട്ട് നിൽക്കുന്നുണ്ട്. ഏതായാലും വെറൈറ്റി ആണ് മൊത്തത്തിൽ. പുലിയാണോ കടുവയാണോ എന്ന് മാറിപ്പോവാതിരുന്നാൽ മതി. എന്തായാലും ലിഷോയ് പറയട്ടെ, ലിഷോയ്ക്ക് അറിയാം അവിടുത്തെ ചരിത്രവും എങ്ങനെയാണ് ഈ പുലികളി എന്നതും അത് ഓണവുമായി എത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതും തൃശ്ശൂരിലെ കലയുമായി അല്ലെ അവിടുത്തെ സംസ്കാരവുമായി എത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്നതും ലിഷോയ് പറയട്ടെ. എന്തായാലും ഇവിടെ അടിച്ച് പൊളിക്കുന്നതിന് വേണ്ടി, അതായത് 3 മണിയോട് കൂടി തന്നെ ആദ്യം പാട്ടരായ്ക്കൽ ദേശമാണ് ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുക. അതിനോടൊപ്പം തന്നെ അത് തൊട്ടു പുറകെ തന്നെ വിയ്യൂരിലെ 2 സംഘങ്ങളും സ്വരാജ് റൗണ്ടിലേക്ക് കടക്കും. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ പുലികളിയിൽ പല തരത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഏറ്റവും മികച്ച കളി, അതായത് പുലി കളിക്ക് ഉള്ള മത്സരമുണ്ട്. അത് 1, 2, 3 സ്ഥാനങ്ങൾക്കുള്ള സമ്മാനങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ പുലി വണ്ടിയുണ്ട്. അതായത് ഈ ടാബ്ലോയ്ക്ക് പുറമേ തന്നെ പുലി വണ്ടിയുണ്ട്. ആ പുലി വണ്ടിക്കും സമ്മാനങ്ങളുണ്ട്. കൂടാതെ ഈ പുലി കൊട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കൊട്ടാണ്. അതായത് പുലികൾക്ക് ഓരോ ചുവടുകളും വെക്കുന്നതിന് വേണ്ടിയുള്ള കൊട്ടാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ വളരെ ചിട്ടയോടുകൂടി ഏറ്റവും താളാത്മകമായി കൊട്ടുന്ന സംഘത്തിന് സമ്മാനമുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള സമ്മാനങ്ങളുണ്ട്. വെറും പുലികളിക്ക് മാത്രമല്ല, എല്ലാ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചിട്ടാണ് ഈ മികച്ച സംഘങ്ങളെ എല്ലാം തന്നെ തീരുമാനിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ നിൽക്കുന്ന വിയ്യൂരിൽ അതിന് സജ്ജമാണ് എല്ലാവരും എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരുപാട് സസ്പെൻസുകളൊക്കെ ഉണ്ട്. പുലിനഖം ഉൾപ്പെടെയുള്ള കയ്യുറകൾ, പുലിനഖമുള്ള ഈ പാതുകങ്ങൾ, പുലി പാതുകങ്ങൾ, അങ്ങനെ പല തരത്തിലുള്ള ഒരു സസ്പെൻസുകളെല്ലാം തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അധികം വൈകേണ്ടതില്ല ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണുന്നതിന് വേണ്ടി.